കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, പൊതുജനം കഴുതിയിലെ സാർ എന്ന പരിപാടിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ബീച്ചുകളിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നം, അതിനാരാണ് കാരണക്കാർ എന്നുള്ളത്. ആ രീതിയിൽ മറ്റൊരിടത്തേക്ക് നമ്മൾ ഇന്ന് യാത്ര പോവുകയാണ്. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് അഭിമാനമായിരുന്നു തിരുവനന്തപുരം ശംഖുമുഖം ബീച്ച്. അങ്ങനെ അഭിമാനമായിരുന്നു എന്ന് പറയാൻ കാരണമുണ്ട്. ഇപ്പോൾ ബീച്ചിന്റെ അവസ്ഥ ശോചനീയമാണ്. ശംഖുമുഖം ബീച്ചിന്റെ പകുതി ഭാഗവും നിലവിൽ കടലെടുത്തു കഴിഞ്ഞു. ലക്ഷങ്ങൾ മുടക്കി നടത്തിയ തീരസംരക്ഷണ പ്രവർത്തനങ്ങളും തകർന്നടിഞ്ഞ നിലയിലാണ്. തീരസംരക്ഷണത്തിന് ശാശ്വതമായ മാർഗം വേണമെന്നുള്ളതാണ് വിനോദസഞ്ചാരികളുടെയും തീരദേശവാസികളുടെയും ഇപ്പോഴത്തെ ആവശ്യം. സംസ്ഥാനത്തിന്റെ അഭിമാന തീരം ശംഖുമുഖം. കാലങ്ങൾക്ക് മുന്നേ നിരവധി വിനോദസഞ്ചാരികളാണ് ഈ ബീച്ചിലേക്ക് എത്തിയിരുന്നത്. അതിന് കാരണമാകട്ടെ ബീച്ചിലുണ്ടായിരുന്ന മെച്ചപ്പെട്ട സൗകര്യങ്ങൾ. കാലവർഷം ശക്തമായതോടെ കടൽ പ്രക്ഷുബ്ധമാണ്. കടലാക്രമണം രൂക്ഷമാണ്. തീരത്തിന്റെ പകുതി ഭാഗവും കടലെടുത്തു കഴിഞ്ഞു. പണ്ട് ഈ കടലുണ്ടായിരുന്നത് മീറ്ററുകൾ അപ്പുറത്ത്. 400 മീറ്ററോളം ഉണ്ടായിരുന്ന തീരം മുഴുവൻ കടലെടുത്തു കഴിഞ്ഞു. ശ്രീപത്മനാഭ ക്ഷേത്രം വക നിർമ്മിച്ച ആറാട്ട് മണ്ഡപത്തിന് തൊട്ടടുത്തുവരെ കടലെത്തി. കടൽ കാണാനെത്തുന്നവർക്ക് ശംഖുമുഖം ബീച്ച് നൽകുന്നത് നിരാശ മാത്രം. എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നല്ലേ, ഇനി എത്ര എടുത്ത് പോകണം, ഇനി ഇത്ര നമ്മൾ നിൽക്കുന്ന ഭാഗം പോലും പോകണം എന്നുള്ള ഇതാണ് വരുന്നത്. നമുക്ക് അത്രയും അടിച്ചു വരുന്നുണ്ട്. ഇപ്പം മഴയില്ലാത്ത സമയത്ത് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ മഴയുള്ള സമയത്ത് എന്തായിരിക്കും? തീരം സംരക്ഷിക്കണം. എല്ലാ തീരവും ഇതുപോലത്തെ എല്ലാ തീരവും സംരക്ഷിക്കപ്പെടണം. അതിന് ഗവൺമെന്റിന്റെ എല്ലാ ഇതും കണ്ണിൽ പെടണം. ഈ തീരം ഇങ്ങനെ കടലെടുക്കുന്നത് ആദ്യ സംഭവമല്ല. എല്ലാ വർഷവും സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പക്ഷേ അത് അടുത്ത വർഷത്തേക്ക് കാണാനുണ്ടാകില്ലെന്ന് മാത്രം. അപകട ഭീഷണി മൂലം ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും കുറവ്. കല്ല് നല്ല വലിയ കല്ലോ നെറ്റോ അടിച്ച് ഇത് ചെയ്താലേ ചെറുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കര കാണാതെ പോകും. ഈ ഒരു 10 വർഷം കഴിഞ്ഞ കോപ്പി ഹൗസ് വരെ എടുത്തിട്ട് പോകും. അത്രയ്ക്ക് രൂക്ഷമായ രീതിയിലാണ് കടൽ വരണത്. നമ്മളെ കച്ചവടം ബാധിക്കുന്നുണ്ട്. നമുക്ക് കച്ചവടം നടക്കുന്നില്ല. നമ്മളെ സാധനം കൊണ്ടുവരുന്ന എല്ലായിടത്തും കളഞ്ഞിട്ട് പോണു. ആൾക്കാർ കുറഞ്ഞു പോണു. മഴ ചാറുമ്പോൾ ആൾക്കാരെല്ലാം പോവും. വലിയ ബുദ്ധിമുട്ടാണ്. ഫൈബർ ട്യൂബുകളിൽ മണൽ നിറച്ച് തിരകളുടെ ശക്തി കുറയ്ക്കുന്ന പദ്ധതിയും കടൽ ഭിത്തിയുമെല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞു. സഞ്ചാരികൾക്ക് സുരക്ഷിതമായി എത്താനും തീരദേശവാസികൾക്ക് ഭീതിയില്ലാതെ താമസിക്കാനും ശംഖുമുഖത്ത് ഇന്ന് യാതൊരു സൗകര്യങ്ങളുമില്ല. എല്ലാ വർഷവും ലക്ഷങ്ങളാണ് തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ചിലവാക്കുന്നത്. പക്ഷേ പണിതതെല്ലാം എല്ലാ കാലവർഷക്കാലത്തും തകർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം തീരശോഷണം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഒരു വർഷം പണിത സംവിധാനങ്ങളൊക്കെ അടുത്ത വർഷത്തേക്ക് ഇല്ലാതാകുന്നത്? ശാസ്ത്രീയമായ പഠനമടക്കം ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു കാലത്ത് ഈ തീരം തന്നെ അപ്രത്യക്ഷമായേക്കാം. ക്യാമറമാൻ സജീവിനും ശ്രീജുവിനുമൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ബീച്ച് ഇങ്ങനെയായോ, ശംഖുമുഖം ബീച്ച് ഇപ്പോൾ ഇങ്ങനെയാണോ എന്ന് പലരും അത്ഭുതപ്പെടുകയാണ്. ഷീജ MK അത്തരത്തിലൊരു കമന്റ് നടത്തുന്നു. അതാണ് അവസ്ഥ. ഇതാണ് അവിടുത്തെ യഥാർത്ഥ ചിത്രം. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ശംഖുമുഖം ഇങ്ങനെ നാശോന്മുഖമായി കിടക്കുകയാണ്.